ഹായ് ഹലോ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ലേറ്റ് ആയിപ്പോയി എണീക്കാൻ. മാത്രമല്ല നല്ല തണുപ്പും മഴയല്ലേ, അപ്പോൾ അതുകൊണ്ട് എണീക്കാൻ കഴിഞ്ഞില്ല. അപ്പം പിന്നെ പകുതി വെച്ചിട്ടൊരു മോർണിംഗ് റൊട്ടീൻ എങ്ങനെയാണ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാതെ തന്നെ. പിന്നെ അലങ്കോലമാക്കിയിട്ട് വീട് നന്നാക്കാന്നറിയില്ല, അങ്ങനെ നന്നാക്കി എടുക്കാന്ന് വെച്ചാൽ എൻ്റെ വീട് എപ്പോഴും അലങ്കോലമായിട്ടിരിക്കില്ല. അതൊക്കെ ഓൾറെഡി നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഞാനായിട്ട് അലങ്കോലാക്കിയിട്ട് ഞാൻ തന്നെ ഒക്കെ ഒതുക്കിയേക്കണ്ടേ, അപ്പോൾ അതൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അതൊന്നും എടുത്തില്ല. പിന്നെ ഇപ്പം എനിക്ക് വരുന്നത് അധികം ഓയിലിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി ഫ്രണ്ട്സും മറ്റു ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിൻ്റെ വീഡിയോസ് പ്രത്യേകിച്ച് ഗർഭിണികൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ നേരത്തെ, അത് നമ്മൾ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കാം. ആ ഓയിലിൻ്റെ ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓയിൽ വീഡിയോസ് അങ്ങനെ ഓയിൽ വീഡിയോസ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദിവാസി വെളിച്ചെണ്ണ തേക്കുന്നതുകൊണ്ട് ഞാൻ വേറൊരു ഓയിൽ തേക്കാറില്ല. പിന്നെ മുടി കൊഴിച്ചിൽ, മുടി താരൻ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വെളിച്ചെണ്ണയും ഒണിയൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒണിയനെ കൊണ്ട് എങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്നല്ലേ, ജസ്റ്റ് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒണിയൻ വെച്ചിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഏട്ടനും മോനും വേണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. കാരണം ഒണിയൻ നല്ല സംഭവിച്ചത് നല്ല മുടി താരം പോക്കാനും മുടി കൊഴിച്ചിൽ മാറാനും നല്ല പുതിയ മുടി കിളിർത്ത് വളരാനും എല്ലാത്തും സഹായിക്കുന്ന സാധനമാണ് ഒണിയൻ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രം, വേറെ ഒരു ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കുന്നില്ല. അത് മാത്രം വെച്ചിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഉലുവ ചേർക്കാം, കരിവേപ്പില ചേർക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. കരിവേപ്പിലയും ഉലുവയും വെച്ചിട്ടുള്ളത് 7 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തേക്കുന്നൊരു വെളിച്ചെണ്ണയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട. അത് കാരണം വെച്ചാൽ അത് ഏട്ടനും മക്കൾക്കൊക്കെ എൻ്റെ വെളിച്ചെണ്ണ ഇവർ തേച്ച് നീരത്ത വെളിച്ചെണ്ണകളും പിന്നെ നമ്മളെ ഫസ്റ്റ് ഞാൻ തേച്ച് ഇവർ തേക്കുന്ന വെളിച്ചെണ്ണ താരം പോകാൻ തേക്കുന്ന നമ്മളെ അരിവേപ്പിൻ്റെ ഇലയും ഇനി 7 ദിവസം കൊണ്ട് മുടി വളരാനുള്ള ഒരു വെളിച്ചെണ്ണയും ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ ഒണിയൻ്റെ വെളിച്ചെണ്ണ. ഒണിയൻ്റെ വെളിച്ചെണ്ണ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തോളൂ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല റിസൾട്ട്, നല്ല അടിപൊളിയായിട്ട് മുടി കിളിർത്ത് വരും. ആ ഒണിയൻ നമ്മൾ ഒണിയൻ്റെ ജ്യൂസൊക്കെ എടുത്ത് തലയിൽ വെക്കില്ലേ, അതേമാതിരി ഒരു വെളിച്ചെണ്ണ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി തലയിൽ തേച്ച് മസാജ് ചെയ്ത് കുളിക്കുമ്പോൾ നല്ല മുടി നമുക്ക് ഉണ്ടാവും. വെറും ഒണിയൻ വെച്ചിട്ട്, അതായത് വലിയൊരു പീസ് പോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊരു പീസും കൂടെ ചെയ്തിട്ട് ചെറിയൊരു പീസാക്കിയാണ്ട് ഒന്ന് നിങ്ങൾ സാധാരണ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊരു ഓണിയൻ ഒരു റെഡ് കളറായി വരുന്ന വരും നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത്രമാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു വെളിച്ചെണ്ണ പിഴിഞ്ഞെടുത്ത് കുപ്പിയിലാക്കി എടുത്ത് വയ്ക്കുക. നമ്മൾ കുളിക്കാൻ പോകണം തൊട്ട് മുമ്പായിട്ട് നമ്മളിത് തലയിൽ തേച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം അടിച്ച് വരലും തുടക്കലെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളത് തല വാഷ് ചെയ്യുക. ഇത്രമാത്രം ചെയ്യാനുള്ളൂ. വലിയ സിമ്പിളാണ്. ഒരുപാട് ടൈമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം പിടിച്ചാൽ മതി. മോനൊക്കെ ഞാൻ അധികം തേച്ചെടുക്കാനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണൻ്റെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞെന്നുള്ളൂ. ഉണിയൻ അടിപൊളി സാധനം, ഉണിയില്ലാത്ത ഒരു വെളിച്ചെണ്ണയില്ല. പിന്നെ ഡെലിവറി ഉള്ള കുട്ടികൾ, പ്രസവിച്ച കുട്ടികളൊക്കെ കുളിക്കാൻ നേരത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെളിച്ചെണ്ണയാണ്. കറ്റാർവാഴ, അരിവേപ്പ്, തുളസിയില, ചെമ്പരത്തി പൂ,
ചെമ്പരത്തിയില, പിന്നെ കരിവേപ്പില, ഉലുവ, കരിഞ്ജീരകം എന്നിവ ഒരുപാട് കൂട്ടുകൾ ഇട്ടിട്ടുള്ള കറ്റാർവാഴ മസ്റ്റായിട്ടും വേണം. അപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു കൂട്ടുള്ള വെളിച്ചെണ്ണ പ്രസവിച്ച പെൺകുട്ടികൾ തേച്ച് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ മാത്രമല്ല തുമ്മൽ ജലദോഷം അങ്ങനെ വരുന്ന പേടിക്കും വേണ്ട. അതിൽ 2 കുരുമുളകും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അത് ഞാൻ പറയില്ല, കാരണം അത് എൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ കാണിച്ചാൽ മതി. ഞാൻ ഓൾറെഡി അത് ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ വഴി വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓണിയൻ്റെ വെളിച്ചെണ്ണയും ഉലുവയുടെ വെളിച്ചെണ്ണയും മാത്രമേ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണുള്ളൂ. അപ്പം ആ ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല. പിന്നെ കറ്റാർവാഴ എനിക്ക് ഞാൻ ഉലുവയിൽ ചേർത്തിട്ട് പാക്കാക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ അല്ലാതെ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ആരെങ്കിലും ലൈക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കാം. പിന്നെന്താ പിന്നെ ഈ ഒരു അടുത്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണേൻ്റെ വീഡിയോ, ഈ ഒരു വെളിച്ചെണ്ണ ഉണിയൻ്റെ വെളിച്ചെണ്ണൻ്റെ വീഡിയോ ആണ്. ഏട്ടനും മോനൊക്കെ നല്ല താരനുണ്ട്. അപ്പോൾ താരൻ്റെ പ്രശ്നം കാരണം ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് തേച്ചിട്ട് റിസൾട്ട് പറഞ്ഞു തരാം. പക്ഷെ നല്ല ഉറക്കം കിട്ടും കേട്ടോ, നമുക്ക് രാത്രി നല്ല ഉറക്കം കിട്ടുന്ന സംഭവമാണ്. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തണം. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത്രയും ദിവസമൊക്കെ ആയിട്ട് എനിക്ക് ഇത്രയും ദിവസം കുറച്ച് വീഡിയോസ് ഇട്ടിട്ടും എനിക്ക് ഇത്രയും സ്പീഡിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താണെന്ന് എനിക്കറിഞ്ഞു. പക്ഷേ വീട്ടിൽ ഭയങ്കര സ്പീഡാണെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുമ്പം ആ ഒരു ഇത് കിട്ടുന്നില്ല, സ്പീഡ് എനിക്ക് കിട്ടുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് ഈ മൈക്കും കാര്യങ്ങളും സെറ്റിങ്സൊക്കെ വാങ്ങണം. കാരണം അങ്ങനെയുള്ള വാങ്ങാനുള്ള സെറ്റപ്പ് ആയിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് ടൈറ്റിലൊക്കെയാണ്. അതുകൊണ്ട് ഹസ്ബൻഡ് സർജറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ, സർജറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോബും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വരുമാനത്തിൽ ഞാൻ എങ്ങനെ ആയില്ലല്ലോ, ഇതൊന്നും ക്ലിക്കായി വന്നില്ലല്ലോ. അപ്പോൾ ദയവേത് എല്ലാവരും ഒന്ന് കാണാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പം ബെല്ലൈക്കൺ കൊണ്ട് നമ്പർത്തിൽ വീണ്ടും പറയുകയാണ്. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. പ്ലീസ്, ഞാൻ നല്ല അടിപൊളി ഹെയർ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നല്ലൊരു പാക്കായിട്ടായിരിക്കും വരാം. കാണാം നമുക്ക്. ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം അടിപൊളി പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു സോ മച്ച്.